വളരെ കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ നല്ല കുറേ വീട്ടമ്മമാരെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പുതുമയുള്ളൊരു കാര്യമല്ലേ? അതായത് ഈ വീട്ടിൽ കുട്ടികളെ നോക്കി വീട് നോക്കി ഭർത്താവിൻ്റെ കാര്യം നോക്കിയിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും അത് കണ്ടുപിടിച്ചെടുക്കാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു പണിയില്ലാത്ത വീട്ടമ്മമാർക്കും പണിയുണ്ട്. വൺ സെക്കൻഡ്, വി ആർ ഹാവിംഗ് പീപ്പിൾ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ടാലൻറ്റ്സ്, advocate, doctors, everybody is coming in to participate. So it is not just a housewife show. That I know, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് അങ്ങനെയുള്ളവരും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ചമ്മലോ ഒരു നാണക്കേടൊക്കെ കാണില്ലേ? അപ്പോൾ ഒരു ജഡ്ജസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതൊക്കെ എങ്ങനെ മാറ്റിയെടുത്തിട്ട് അവരെ മിടുക്കരാക്കും? എനിക്കതാണ് അറിയേണ്ടത്. എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം വേണ്ട. കാരണം അവരിങ്ങോട്ട് വന്നു എന്നുള്ളതിൻ്റെ മാറ്റമാണ്. സോ ദാറ്റ്സ് എ ബിഗിനിങ്. എന്താ പറയണേ ഇതിനെക്കുറിച്ച്, ഈ ഷോയെക്കുറിച്ച്? നമ്മൾ സൂപ്പർ സ്റ്റാർ സീനിയർ കണ്ടു, സൂപ്പർ സ്റ്റാർ ജൂനിയർ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ അമ്മമാരാണ്. സ്റ്റേഷൻ സ്ക്രീനിങ് കാണാം. നിറച്ച് പാർട്ടിസിപ്പൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അമ്മമാർ വന്നിട്ടുണ്ട്, അമ്മമാരുടെ കൂടെ അവരുടെ അമ്മമാർ വന്നിട്ടുണ്ട്, കൊച്ചു മക്കളെ എടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും രസകരമായി മത്സരത്തിൻ്റെ ഒരു തുടക്കം ആരംഭിക്കുകയാണ്. നമുക്ക് എല്ലാവരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര് ഉഷാറാണി. ഉഷാറാണി എന്താ ഡാൻസറാണോ? ഞാനേ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പറഞ്ഞാണ് ഒരു ഡാൻസറിൻ്റെ എല്ലാ ലക്ഷണമുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പെർഫോം ചെയ്യാം, അറിയട്ടെ എന്താ കയ്യിലുള്ളതെന്ന്. തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം. പ്രിയങ്ക, ഇന്ന് ടാലന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത്? ബേസിക്കലി സിംഗിങ് ആണ് എൻ്റെ ഹോബി. അപ്പം ആദ്യം ഒരു പാട്ട് പാടാം. Such a feeling's coming over me. There is wonder in most everything I see. Not a cloud in the sky, got the sun in my eyes, and I won't be surprised if it's a dream. പ്രിയങ്കിന് ഇംഗ്ലീഷിൽ ഒരു വെസ്റ്റേൺ ആക്സെന്റ് ഉണ്ട്. ഇത് BPO-ന്റെ എഫക്റ്റ് ആണോ അല്ല? അല്ല, ആക്ച്വലി ഐ ഡിഡ് മൈ ഏർലി സ്കൂളിംഗ് ഇൻ ജർമ്മനി. അപ്പം അങ്ങനെ ബേസിക് ജർമ്മനിയിലാണ് ജനിച്ചത്. അതെ, ജനിച്ചത് ജർമ്മനിയിലാണ്. The next. റോജർ റാബിറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇവിടെ ഉണ്ട്. ഇതാണ്. Hi, good morning. How are you? What are you doing today? Thank you. You're selected. ഞാൻ ശാന്തകുമാരി. ഞാനൊരു പഴയ പാട്ടുകാരിയാണ്. കേശാദിപാദം തൊഴുന്നേ കേശവ, കേശാദിപാദം തൊഴുന്നേ. താങ്ക് യു. എൻ്റെ പേര് നിത്യ നന്ദഗോപാൽ. ഐ എം ഗോയിങ് ടു സിംഗ് എ സോങ്. You want to sing a song? Yeah. All right. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഷെല്ലിക്ക് വേണ്ടി 2 ബ്യൂട്ടി ടിപ്പ് വരും. കൈയുടെ മുട്ടിൻ്റെ കറുപ്പ് നിറം മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ തോടുണ്ടല്ലോ, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് നമ്മുടെ കൈയിൻ്റെ മുട്ട് ആ നാരങ്ങ തോടിൽ രണ്ടിങ്ങനെ കുറച്ച് നേരം മുക്കി വെച്ചിട്ടിരിക്കണം. പെട്ടെന്ന് മാറും. Okay. You've been selected for the next round. Yeah, this is your certificate. എൻ്റെ പേര് മേട്ടി. Thank you. Thank you very much. അമ്മ പേരെന്താ? പേര് ലീലമയി ദേവി. ലീലമയി ദേവി. നമുക്ക് എന്താണ് പെർഫോം ചെയ്യുന്നത്? പാട്ട് പാടാമെന്നുള്ളതാണ്, വെറുതെ തമാശയ്ക്ക് വന്നതാ കേട്ടോ.
വാവയുള്ളപ്പോഴേ സാധാരണ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വിടും. ഈ മദർ ലോയും ഫാദർ ലോയും ഒക്കെ എന്ത് പറഞ്ഞു ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ സൂപ്പർ സ്റ്റാർ കണ്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കുകയാണല്ലോ. ആവേശം കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും പോയി നോക്കി വരാൻ പറഞ്ഞു. അവര് പറഞ്ഞു പോയി ജയിച്ചു വരാനാ പറഞ്ഞത്. അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അത്രമാത്രം ഉദ്ദേശിച്ചത്. സോണിയ, 50 വർഷങ്ങൾക്ക് ശേഷം കേരളം എൻ്റെ ഭാവനയിലെ 4 വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നു. മുത്തശ്ശി, മുത്തശ്ശി, ഓ ഇനി വെടി പൊട്ടിക്കണം മുത്തശ്ശിയേ. ഒന്ന് അടങ്ങടിയാവട്ട, മൊത്തം വിരിഞ്ഞില്ല. അവക്കട്ട ഒരു പെരളി കണ്ടില്ലയോ? മുത്തശ്ശി, മുത്തശ്ശി കേരവർഷം കണ്ടിട്ടുണ്ടോ? ഈ പെരയ്ക്കാ പിടിക്കണ മരവല്ലയോ? ഓ മുത്തശ്ശി കൊണ്ട് തോറ്റു. പേരല്ല മുത്തശ്ശി, കേരവൃക്ഷം. കേര ചേരയാ ഓടൊട്ട അടി വെച്ചെന്നാലുണ്ടല്ലോ. ഇന്ദിന മെരുവതൈത്തി മോരെ ചെയ്യാ, ഇന്ദിന മെരുവതൈത്തേ. ജഡ്ജസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് ആർക്കാണ്? ഞാൻ ചെങ്കൽ സുകുമാരി, ചെറിയൊരു റൈറ്ററായിരുന്നു. ചെറിയ റൈറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചെറിയ റൈറ്ററാണോ? അതോ ചെറുകഥകളാണോ അതോ ചെറുകഥകൾ, നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ്? ഇന്നത്തെ സ്ത്രീ കുറച്ചുകൂടെ ഉയരണം, പക്ഷെ സ്വന്തം കഴിവുകൊണ്ട്, അതായത് സംവരണം നേടി ഉയരാൻ താല്പര്യമില്ല. സ്വന്തം കഴിവ് കൊണ്ട് മുന്നോട്ട് വരികയും സ്വന്തം ആത്മവിശ്വാസത്തിൽ, കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടാവണം. ഞാൻ കഴിവുള്ളവളാണ്, എനിക്ക് ചെയ്യാൻ കഴിയും. ഈ പാർട്ടിസിപ്പേഷൻ ഓഫ് ലേഡീസ് ക്ലബ് എന്നുണ്ട്. അതെ, അതില് അതുകൊണ്ട് എന്താണ് അത് ഞങ്ങൾ ഓഫീസേഴ്സ് ലേഡീസ് ക്ലബ് ഉണ്ട്. ഈ ഓഫീസേഴ്സ്, നിങ്ങൾ ഓഫീസേഴ്സ് മാത്രം? ഓഫീസേഴ്സ് ലേഡീസ് മാത്രം. ഓക്കെ. ആർമി ഓഫീസേഴ്സ്. ഓക്കെ. Otherwise called Kitty Club. Not Kitty Club. ഇത് നല്ല അറിവ് തമ്പോല, like that. We are conducting also all this. All right, thank you. എൻ്റെ പേര് അനിത എന്നാണ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. ഇന്ന് വന്ന് ഞാനൊരു എൻ്റെ ഒരു കവിത ചൊല്ലാന്ന് പറഞ്ഞാ വന്നത്. ഒരു 4 വരി. മിഴികളിൽ നിന്നു മടർന്ന തുള്ളി ചെറുകൈകളാലൊപ്പി പതുക്കെ, അമ്മയോടൊപ്പം ആ പടികൾ കടന്നുകൊണ്ടവനോതി കാത്തിരിക്കും ഞാൻ. മാഡം, നമ്മളിപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് ഉഷാറാണി. ശൃംഗാരം, ഹാസ്യം. ഇതിൽ നമുക്ക് ഒരു ശൃംഗാരം എന്നുള്ള ഒരു ഇതെടുക്കാം. അതിനകത്ത് നമുക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് നേരത്തെ കാണിച്ച അതേ ഭാവം കാണിക്കാവോ? കണ്ണ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. വേണ്ട, ഞാൻ പിണക്കമാ. ഓക്കെ, ഗുഡ്. ഒന്നുകൂടി ഉഷ, ഇത്തവണ ഡാൻസ് ചെയ്യരുത്. കട്ട് ദ ഡാൻസ്. ലെറ്റ്സ് സേ ഐ ലവ് യു എന്നുള്ള വാക്ക് പറയാം. നടന്നു വരുന്നു. ഐ ലവ് യു. അങ്ങനല്ല. ഓക്കെ, All right, Usha, you have qualified for the next stage. കിട്ടിയല്ലേ? സന്തോഷായി? ഒരു ഗമ ഉണ്ട്. എന്താ ഡാൻസ് ചെയ്ത് തകർത്ത് കാണുമല്ലേ? അവിടെ ഡാൻസ് ചെയ്തു, നവരസം ചെയ്തു. നവരസാണോ ചെയ്യാൻ പറഞ്ഞേ? പിന്നെ അത് കഴിഞ്ഞ് ഒരു ഐ ലവ് യു എന്നെങ്ങനെ പറയും? അതെങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കട്ടെ. അങ്ങനെ പറഞ്ഞു. അത് കേൾക്കണം, അത് കേൾക്കണം. ഐ ലവ് യു. നമസ്കാരം. എൻ്റെ കഴിവ് മീൻസ് ഒരു ഭവനത്തിനെ ഭംഗിയായി കൊണ്ടുപോവുക. ഈ ഒരു പ്രോഗ്രാം വഴി നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ ടാലന്റ് കാണിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഈ സംസാരിക്കാനായിട്ടുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ കഴിവ് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഒരു കഴിവും കൂടി. പാട്ട് പാടി. തളിരായി ചെറുകുളിരായി തനിയേ തേങ്ങലായി അറി
പറയാൻ വയ്യാതെ കരയാൻ അറിയാതെ. താങ്ക് യു. ഞാൻ ഇന്ദുലേഖ പാട്ട് പാടും. ചിപ്പി இருக்குது முத்தும் இருக்குது திறந்து பார்க்க நேரம் இல்லடி ராஜாத்தி. பந்தம் இருக்குது சொந்தம் இருக்குது கவிதை பாட நேரம் இல்லடி ராசாத்தி. சிப்பி இருக்குது முத்தும் இருக்குது திறந்து பார்க்க நேரம் இல்லடி ராசாத்தி. பந்தம் இருக்குது சொந்தம் இருக்குது கவிதை பாட நேரம் இல்லடி ராசாத்தி. தனன தனன தன மலரும் மொழியும் என்ன தத்தனன தனன தனன தன உன்னை கண்டால் மலரும். അതിന്റെ ഇടയിൽ ചില സാധനങ്ങൾ അപ്പടിയോ ആ സാധനങ്ങളില്ലേ இப்ப பார்க்கலாம். சொல்லுங்க. அம்மாடியோ. மிழியில் ஆடும் விழியில் ஆடும் கண்கள் தத்தன தன சிரிக்க வைக்கும். You have qualified for the next stage. ഇങ്ങനെ ഏതിനെങ്കിലും ഇതിന് മുന്നേ ഇങ്ങനെ എന്തെങ്കിലും ഒരു മത്സരത്തിലേ ഇതിന് മുന്നേ ഇത് പോയിട്ടുണ്ടോ? ഇല്ല, മത്സരങ്ങൾക്കായിട്ട് പോയിട്ടില്ല. മോളാണോ അമ്മയെ തള്ളി? അല്ല, അമ്മ തന്നെ നല്ല ഇൻട്രസ്റ്റ് എടുത്ത് കയറി നിൽക്കുന്നതാണ്. ഒരു ആക്റ്റീവ് അമ്മയാണോ? ഒരുപാട് കഴിവുകളുള്ള സൂപ്പർ മോമാണ്. ഇനി എന്ത് വേണം? എന്ത് പറ്റി സൂപ്പർ മോം എന്ന് തോന്നാൻ എന്താ കാര്യം? കാരണം എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. വളരെ പ്രൊആക്റ്റീവാണ് അമ്മ. ഞാൻ പറയുന്നതല്ല, പക്ഷെ വളരെ വളരെ പ്രൊആക്റ്റീവാണ്. ഐ മീൻ കൾച്ചറൽ ആണെങ്കിലും വീട്ടുകാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ മോമാണ്.